This news is brought to you by Arex Travel and Holidays, City Square Building, ചെറുപുഴ. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും പദ്ധതിയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് ഉപരോധിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. NREG യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KC പ്രസൂൺ സ്വാഗതം ആശംസിച്ചു. സംഘാടക സമിതി ചെയർമാൻ RK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KM ഷാജി, PK അഗസ്റ്റ്യൻ, PR സുലോചന തുടങ്ങിയവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിനുമായി നടന്ന ഉപരോധത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. 20 വർഷത്തോളം കാലം തീറ്റിപ്പോറ്റിയ ഒരു മഹത്തായ പദ്ധതിയെയാണ് കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിൽ പട്ടിണി ഇല്ലാണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് തൊഴിലുറപ്പ് പദ്ധതി നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ ഒരാൾക്കും സംശയമുണ്ടാവില്ല. 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കാണ് 2026 കേന്ദ്ര സർക്കാർ അന്ത്യം കുറിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കൂലി തൊഴിൽ എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് 125 ദിവസം തൊഴിൽ. ആ തൊഴിലിന്റെ ശമ്പളം സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കണം. സാധ്യമാവുന്ന ഒരു കാര്യമല്ല, അത് സാധ്യമാവുന്നതേ അല്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ മാത്രമാണ് നല്ല നിലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കൊടുത്തുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്നത്. അവരുടെ തൊഴിൽ റോഡിന്റെ സൈഡ് കാനക്കീറിൽ മാത്രമല്ല, കാർഷിക മേഖലയിൽ നന്നായി ഇടപെടാൻ, അത് കവുങ്ങ് കൃഷിയായാലും തെങ്ങ് കൃഷിയായാലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ 2005 പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള നിലക്ക് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അധികാരം കൈയാളാൻ ആവശ്യമായ രൂപത്തിലുള്ള ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നില്ല. വർഗീയ പാർട്ടിയായ BJPയെ അകറ്റി നിർത്താൻ രാജ്യം ഒരു ജനാധിപത്യ പാർട്ടി തന്നെ ഭരിക്കണം എന്നുള്ള നിലയിൽ അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തിയുള്ള കാലം ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയുണ്ടായാൽ രാജ്യത്തെ ഭരണം കൈയാളാൻ കഴിയും എന്ന നില വന്നപ്പോൾ ഇടതുപക്ഷത്തോട് പിന്തുണക്കാൻ ആവശ്യപ്പെട്ടു. പിന്തുണക്കാൻ മാത്രമല്ല, മന്ത്രിസഭയിൽ അംഗമായി നിങ്ങൾ ചേരണം എന്ന ആവശ്യവും ഉന്നയിച്ചു. നിങ്ങൾ ചേരുമെങ്കിൽ 10ഓ 15ഓ മന്ത്രിസ്ഥാനം ഞങ്ങൾ തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഭരണരംഗത്ത് നിങ്ങൾ കൂടി ഉണ്ടാകണം എന്നാണ് അന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അതിന് നേതൃത്വം നൽകുന്ന CPIM എന്ന് പ്രത്യേകിച്ച് അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ ഭരണം കൈയാളാൻ ഞങ്ങളൊന്നിച്ചില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടത്തക്ക രൂപത്തിലുള്ള ഭരണ സംവിധാനം വന്നാൽ മാത്രമേ ഞങ്ങൾ ഭരണരംഗത്ത് നിൽക്കൂ. എന്നാൽ BJPയെ മാറ്റി നിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പിന്തുണ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. യാത്രകൾ ഇനി സ്വപ്നമല്ല, സുരക്ഷിതമായും സന്തോഷകരമായും ലോകം ചുറ്റാൻ സമയമായി. നിങ്ങളുടെ വിസ നടപടികളും ടിക്കറ്റ് ബുക്കിംഗും ഇനി ടെൻഷനില്ലാതെ പൂർത്തിയാക്കാം. Arex Travel and Holidays, City Square Building, ചെറുപുഴ. വിസിറ്റിംഗ് വിസ, ഉംറ വിസ, വിസ സ്റ്റാമ്പിംഗ്, ഏത് വിസ കാര്യങ്ങൾക്കും ഇനി എളുപ്പം. ഒപ്പം മികച്ച നിരക്കിൽ എയർ, ട്രെയിൻ, ബസ് ടിക്കറ്റുകളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആഭ്യന്തര അന്തർദേശീയ ടൂർ പാക്കേജുകൾ, പാസ്പോർട്ട് സേവനങ്ങൾ, ഗാങ്ക മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങി എല്ലാ ട്രാവൽ സൊല്യൂഷൻസും ഒരൊറ്റ കുടക്കീഴിൽ. ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് മനസ്സ് നിറഞ്ഞൊരു യാത്ര. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആകട്ടെ, യാത്ര തുടങ്ങാം Arexനൊപ്പം. യാത്രകൾ ഇനി ആവേശകരമാകട്ടെ. ചെറുപുഴയിൽ ഇനി ട്രാവൽ ആവശ്യങ്ങൾക്കായി എങ്ങും പോകേണ്ട. സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൊട്ടുമുകളിൽ Arex നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു.
ഇന്ന് തന്നെ വിളിക്കൂ 7994423062.